തേൻമൊഴികളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കൂട്ടുകൂടിയ വാനമ്പാടികളുടെ പ്രിയപ്പെട്ട ഷോയിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പാട്ടിന്റെ പ്രിയ വിരുന്നിലേക്ക് നമ്മുടെ ആറന്മുളക്കാരി പ്രിയപ്പെട്ട ദേവനന്ദ. അടിപൊളിയാണല്ലോ. സൂപ്പർ വേഷാടാ മുത്തേട്ടാ. ഈ മുടി വെച്ച് ഇത്ര നടന്നു വരണ്ടേ? കണ്ണു വെച്ചു അതിന്റെ അകത്തോട്ട് വല്ലതും പോയാ എന്നാ ചെയ്യോ? മിനിമം ഒരു രണ്ടാൾക്കെങ്കിലും ഒളിച്ചിരിക്കാം അല്ലേ? മക്കളെ എന്തോ ഇന്ന് കാണാൻ രസമുണ്ട്. ഏത് പാട്ടാണ്? ചിരകാല കാമിത സുന്ദര സ്വപ്നമേ. ഓ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അല്ലേ? ഈ റിമി ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? റിമി എങ്ങനെയാണ് ഈ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചേച്ചി എങ്ങനെയാണ് സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നല്ലൊരു സാരി ഉടുത്തിട്ട് കൂട്ടത്തിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ഹെയർ സ്റ്റൈലിസ്റ്റിനെയും ഒക്കെ വെച്ചിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കാണണം. രാവിലെ ഉറക്കത്തിൽ പാലുമുട്ടിയാ രാവിലെ പോയിട്ട്. അല്ല, ഞാൻ പെട്ടെന്നൊക്കെ ചാടി എണീറ്റ് കണ്ണാടി അമ്മേ. ചേച്ചി ഓ ചേച്ചി ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോന്നല്ലേ, ഭക്ഷണ രീതിയാ ചോദിച്ചത്. അല്ല, കൊച്ചൊരു മാന്യമായിട്ട് സ്നേഹത്തോടെ ചോദിക്കേണ്ട കാര്യ. ഒരു നേരം കൊണ്ട് 6 നേരത്തെ ഭക്ഷണം പണ്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇത് അത് സ്പ്ലിറ്റ് ചെയ്ത് 6 നേരം വളരെ ചുരുക്കി കഴിക്കും. അല്ല, എനിക്ക് തന്നെ പേടി ഇത് ഒരുപാട് പേര് ചോദിക്കുമ്പോഴേ. കാരണം എപ്പോ വേണം മനുഷ്യന്റെ കാര്യമല്ലേ, ചിലപ്പോ കൂടുതൽ നിന്ന് പഴയ പോലെ ആവാം. പക്ഷെ സ്വഭാവം ഇത് തന്നെയായിരിക്കും കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടി. അതിനായിരുന്നു മാറ്റം വരേണ്ടത്. നമുക്ക് രണ്ടുപേർക്കും അത് മാറില്ല ഏട്ടാ. ഇങ്ങനെ കാണിച്ചെങ്കിലും കണ്ടല്ലേ, വേറെ എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിലും. മക്കളെ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ പാടിക്കോളെ. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ മാറി. അതാണോ? അല്ല, പിന്നെ എങ്ങനെ? ചിരകാല കാമിത ഇതായിരുന്നു അത്. സുന്ദര ഓ, what a beautiful song. വണ്ടർഫുൾ വണ്ടർഫുൾ മോളെ. മോള് പാടിക്കോട്ടോ. പാടിക്കോ. ധൈര്യമായിട്ട് പാടും. സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ.
ദേവനന്ദ, എന്തോ നല്ല സെലക്ഷൻ. താങ്ക് യു സർ. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ചരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വാണിയമ്മ ഇവിടെ നിന്ന് പാടുകയാണോ എന്ന് തോന്നി. കാരണം അത്ര ഒരു എന്താണ്, വാണിയമ്മയുടെ ശബ്ദവും ആ സ്റ്റൈലും മോൾ അതേപോലെ അങ്ങ് അഡോപ്റ്റ് ചെയ്തു. താങ്ക് യു സർ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ ചില ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ വോയിസ് എങ്ങനെയാണോ കുറേ കാലം പഠിച്ചു കഴിയുമ്പോഴത്തേ ആ ശബ്ദത്തിനോട് നമുക്കൊരു സാമീപ്യം വരും അവരുടെ ശബ്ദവുമായിട്ട്. നല്ലതാണ്, പക്ഷേ എങ്കിലും മോള് മോളുടെ രീതി പാടുന്നതാണ് ഏറ്റവും നല്ലത് ഇൻ ഫ്യൂച്ചർ. മോള് ചിരകാല കാമിത സുന്ദര സ്വപ്നമേ എന്നൊക്കെ ആദ്യം ഒന്ന് പാടി, അറിഞ്ഞില്ല സ്വപ്നമേ കേട്ടോ. പിന്നെ ആ നോട്ട് അവിടെ എത്താനുണ്ട്. പിന്നെ അലങ്കരിച്ചണിയുന്ന ഒരു ചെറിയ ശ്രുതി, പിന്നെ സുന്ദര സ്വപ്നമേയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു എത്താതെ വന്നിട്ടുണ്ട്. ഒന്ന് പാടാവത്. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ മേ മേ സുന്ദര സ്വപ്നമേ ചിരിക്കൂ 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 നീ ആ മാനേ. ക്യൂ നീ. ആ അവിടെ ആ പോർഷനൊക്കെ ഒന്ന് എത്തിയാൽ നന്നായിരുന്നു. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് മക്കളെ നന്നായിട്ട് പാടിട്ടാ. താങ്ക്സ്. പക്ഷെ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ മോൾ പല്ലവിയിലൊക്കെ അവിടെ ഇവിടെ തെറ്റിച്ചതൊക്കെ ലാസ്റ്റ് പല്ലവി ആയപ്പോൾ മനോഹരമായിട്ട് പാടി. അതൊന്ന് പാടാമോ? ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. ചിരിച്ചു മക്കളെ. അതിനാണ് ഞാൻ വിചാരിച്ചു എവിടെ താക്കോലൊക്കെ എടുക്കാൻ പോവായിരുന്നു. മക്കൾക്ക് സുഖമാണോ? കുഴപ്പമില്ല സർ. ഇപ്പൊ സന്തോഷിച്ചോണം കേട്ടോ. ഈ ഒരു കാലമാണ് മക്കളെ. അയ്യോ ഞാൻ എന്താ ഭയങ്കര സന്തോഷത്തില്. ആണോ? അതെന്താ പക്ഷെ കണ്ടാ തോന്നത്തില്ല. എന്താ സന്തോഷത്തിന്റെ കാരണം? അത് പറ. സെമി ഫൈനൽ വരെ എത്തിയില്ലേ? അതാണോ? ഓ വെരി ഗുഡ്. അത് നല്ലൊരു കാര്യം. ഞാൻ സ്വിമ്മിംഗ് പൂളെന്നാ കേട്ടത്. മോള് നല്ല ലെവലിൽ തന്നെ മുന്നേറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു കേട്ടോ മക്കളെ. Thank you, sir. ബി ഹാപ്പി ഓൾവേസ്. താങ്ക് യു. താങ്ക് യു സർ. ദേവനന്ദ കുട്ടി എന്തോ നന്നായിരുന്നു പാടിയത്. ഇപ്പൊ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ കാര്യം എനിക്കും തോന്നി. കുറച്ച് വാണിയമ്മയുടെ പോലെ ചില ഭാഗങ്ങൾ അങ്ങനെ തന്നെ എനിക്ക് തോന്നി. അതെ, പ്രത്യേകിച്ച് ചരണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചരണം കഴിഞ്ഞിട്ട് വന്ന പല്ലവിയും മൈന്യൂട്ട് ശ്രുതി പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്വപ്നമേ ആ സംഗതി കറക്റ്റായി. മറ്റേ ആദ്യം പാടിക്കൊണ്ടിരുന്നപ്പോൾ ദേവനന്ദ കുട്ടിയുടെ മുടി പോലെ തന്നെയായിരുന്നു സംഗതി. പിന്നെ മൈന്യൂട്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടില്ലേ മുടി വേവി, ആ ഫ്ലോ വേണം ആ സംഗതിക്ക്. മനസ്സിലായോ? അപ്പം മധുവിന് എന്തൊരു teaching ആണ്. മുടി വെച്ച് പറഞ്ഞു തരുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഇത്ര നല്ല നമ്മുടെ സംസാരം മുടിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. മധു ഓങ്കട്ടെ പേസ മുടിയാത് அந்த சங்கதி அங்க தேவையில்லை. அந்த மீனுட்டி முடியிற ஸ்டைல் இல்ல, இந்த மாதிரி അപ്പൊ മീനുട്ടി அந்த மாதிரி இல்ல. മീനുട്ടി മധുവിന് തിരുപ്പന ഇഷ്ടമെന്ന് തോന്നുന്നു. ആ ഫ്ലോ വേണം ആ സംഗതിക്ക്, സ്വപ്നമേക്ക് കേട്ടോ. സ്വപ്നമേ അത് ദേവനന്ദ കുട്ടിയുടെ മുടി പോലെ. അയ്യോ അപ്പൊ ആ മുടി കൊള്ളില്ലെന്നാ പറയുന്ന മോളെ. അല്ല, നല്ലതാണ് അത്. കുറച്ച് കുരുങ്ങി കിടക്കുക അത്രേ ഉള്ളൂ. ചില പാട്ടുകൾക്ക് അത് നല്ലതാ കേട്ടോ. ചില സ്റ്റൈൽ ഓഫ് സോങ്സ്. ഓക്കെ, യു ആർ എ ബ്രില്യൻ സിംഗർ. താങ്ക് യു യു ഓൾറെഡി പ്രൂവ്ഡ് ഇറ്റ്. ദേവനന്ദക്കുട്ടി എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. താങ്ക് യു ഈ ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് ഇനി ചിരിക്കൂ ചിരിക്കൂ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ പാട്ടിലായിട്ട് ഇങ്ങനെ മുഴുകി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ ലോകത്ത് പോയാലും ചിരിക്കൂ ചിരിക്കൂ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടായിരുന്നു. സൂപ്പർ. താങ്ക് യു ചേച്ചി. സോ ആട്ടി ഒരു ദേവനന്ദ പൂക്കുറ്റി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ടാറ്റാ, all the best. താങ്ക് യു ചേച്ചി. കുറുമ്പകോട്ടിലെ കുഞ്ഞുമിടിക്ക് നമ്മുടെ ലക്ഷ്യക്കുട്ടിയാണ് എത്തുന്നത്. ലച്ചുക്കുട്ട ലച്ചുകുട്ടി, എന്തോ ഇത് തിളങ്ങുന്നല്ല ഇങ്ങനെ. ഹെയർ ബാൻഡ്. ഇത് എവിടുന്ന് ഇത് ഞാൻ വാങ്ങിച്ചാ? അണ്ണാരക്കണ്ണാന്റെ ഡ്രസ്സിനിട്ട ഹെയർ ബാൻഡ്. അത് ശരി. ശരിയാ ശരിയാ. ഇത് റിമിയാന്റെ അല്ലേ? അല്ലല്ല റിമിയുടെ പോലൊരു ആന്റിയാ. ഭൂമി. അപ്പോ ഞാനൊരു പേരിട്ടിക്ക് റിമൂവ് ആൻഡ്. അയ്യോ റിമൂവ് ചെയ്യണോ? അത് വേണ്ട മോളെ, ഇരുന്നോട്ടെ അവിടെ. എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ, റിമ്മു. പക്ഷെ എന്നെ ആകെ വിളിച്ച ലച്ചുക്കുട്ടിയാ. അതുകൊണ്ട് എനിക്ക് ലച്ചുക്കുട്ടിനെയാണ് ഇപ്പൊ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം. പക്ഷെ റിമൂവ് ആന്റി എല്ലാം അറിഞ്ഞു കേട്ടാ.
ഭദ്രക്കുട്ടി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇജോക്കുട്ടനും വന്ന് പറഞ്ഞു. ആ ഇജോ കുട്ടനും പറഞ്ഞു. കുട്ടൻ പറഞ്ഞ ഞാൻ കേട്ടു. എന്താ കേട്ടോ? റിമിയാൻറ്റീന് ഇഷ്ടല്ല എന്നെയാണ് ഇഷ്ടം ഫ്ലോറ് പോയി പറഞ്ഞു. അയ്യേ റിമിയാന്റെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് റിമിയെ ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞു ഓ അവള് ഇനി കുറച്ച് പ്രശ്നം ഉണ്ടാക്കി എന്നാലും എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കവളിൽ പിടിച്ച് ഉമ്മ ഒരു കൊടുത്ത്. കിച്ച് 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 ഇതാരാ, കിച്ച് ലച്ചു അഞ്ചാറ് ആണോ? ഉമ്മയും കൊടുത്തു. നിങ്ങൾ കള്ളം പറയാണ്. അല്ല ജോക്കുട്ടൻ പറഞ്ഞിക്ക് ജഡ്ജസ് പറയുന്നത് തിരെ കേക്കണ്ട. അവൻ ഞാൻ പറയുന്നത് മഹാബുദ്ധിശാലിയാ. പിന്നെ ഭദ്രക്കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? ഈജോ കുട്ടിന് ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. കുറേ ഭദ്രക്കുട്ടി ആലോചിച്ചു. ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എന്നോടാന്ന്. ഭദ്ര ഭദ്ര. അങ്ങനെ പറഞ്ഞു. റിമിയായിട്ട് ഇപ്പം ഡെയിലി ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്കറിഞ്ഞോട് എന്താന്ന്. ആര് ഇജോ കുട്ടനല്ലേ? ആ, വിളിച്ചില്ലേ? വിളിച്ചു ഇന്നലെ രാത്രി 12 മണി പെട്ടെന്ന് വല്ലാണ്ട് കയറി പരിചയപ്പെടുമായിരുന്നു. അതെ ഇന്നലെ രാത്രി 12 മണിക്ക് വിളിച്ചില്ലേ? കള്ളം പറയല്ല. ഉറക്കിയിട്ടില്ല എന്നെ. ആ കൊറേ കണ്ടപ്പോഴേ ദയവ് ചെയ്ത് നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. വേണ്ട വേണ്ട അത് പക്ഷേ വേണ്ട. ഇത് കേൾക്കുമ്പോൾ കുഞ്ഞിന് വിഷമല്ലേ? തീരുമാനമാണ്. ദേ റിമിയെ കണ്ടു കഴിഞ്ഞാൽ ഇജോ കുട്ടിന് സ്നേഹം വരത്തില്ലേ? അത്ര സുന്ദരിയല്ലേ? വരത്തില്ലേ? ഈ എന്തോ സുന്ദരി നിങ്ങൾ ഈ ഇതുകൊണ്ട് എന്ത് ചേച്ചിക്ക് ആക്കുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ജോക്കുട്ടൻ അങ്ങനെ പറഞ്ഞോ? ഇതേ സിജോ കൂട്ടൻ ഇപ്പോഴും കോളിൽ ഇരിക്കുകയാണ്. ജോക്കുട്ടന്റെ കോള് കാണിച്ച എം ജി ഞങ്ങൾ ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലച്ചുവിനെ വിളിച്ച് പറയാം ആ ഉമ്മ കൊടുത്തതും പിന്നെ എനിക്ക് ഞാൻ ലച്ചുവിനെ ഉപേക്ഷിക്കാം എനിക്ക് റിമി ചേച്ചിയെ ഇഷ്ടം എന്ന് പറഞ്ഞതൊന്നും ഒന്ന് കാണിച്ചു പിന്നെ കൊടുക്കണം. കണ്ടെങ്കിലും മനസ്സിലാക്കട്ടെ. നമ്മളെ ഉറപ്പായിട്ടും, വിശ്വാസമില്ല അവക്ക്. മക്കളെ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ട് മോളെ. ആ. അപ്പൊ മോളെ ഒരു ചെക്കൻ കള്ളത്തിനെ പറഞ്ഞ് പറ്റിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. മോള് പറ്റിക്കപ്പെടരുത്. അത്രേ ഉള്ളൂ. പക്ഷെ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു വേറൊരാളുടെ ഗേൾഫ്രണ്ട് ആണെന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ചേച്ചി. അങ്ങനെയാണ് ഞാൻ നോക്കില്ല. ചേച്ചി എന്താന്നറിയോ പറഞ്ഞ ജഡ്ജസ് എന്തെങ്കിലും പറയാണെങ്കിലില്ലേ അതൊക്കെ നീ ശരിക്കലാക്കി എടുക്കരുത്, കള്ളാക്കി എടുക്കണം. ഇത് തന്നെ ഇവൻ ഇവിടെ നിന്ന് പറഞ്ഞു. ഇതേ കാര്യം അവൻ പറഞ്ഞു. അവിടെ നിന്നിട്ടാണ് റിമി എടുത്ത് മുഖത്ത് നോക്കി പറയാ ഐ ഐ ലവ് യു അതും പല ടോണില് പല ആ, I love you. മോളെ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ ചേട്ടൻ വേറെ മൂഡിലാണ്. ഇനി നമുക്ക് പാട്ടിലോട്ട് ഏതാണാവോ മുത്തശ്ശി പാടുന്നത്? മുത്തശ്ശല്ല ഞാൻ ഈ ചോക്കുട്ടൻ പറഞ്ഞ ഒരു പല്ലില്ലാത്ത അമ്മൂമ്മയുണ്ട് ഇപ്പൊ. അതെ. അതാ പറഞ്ഞു. എന്നെ തല്ലുന്നു. കള്ളം നിർത്തിയിട്ട് നമുക്ക് പാട്ടിലോട്ട് ശരി കടക്കാം. ശരി. അപ്പൊ ഏത് പാട്ടാണ്? ബോറടിച്ചോ പാട്ട് കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഇതെല്ലാരും കളിയാക്കും ഇതൊക്കെ അറിഞ്ഞാല്. കളിത്തോര് അത് മാത്രമല്ല ഫ്രാൻസിസ്, ഭാസ്കരൻ മാസ്റ്റർ, ആ മ്യൂസിക് BA ചിദംബരനാഥ്, എന്റെ ഗുരുനാഥൻ. അതെ. ആ പിന്നെ സിനിമ മുറപ്പെണ്ണ് അത് പാടിയത് പാടിയത് യേശുദാസ് ജാനകി അമ്മയുണ്ട്. ജാനകിയമ്മി. തുടങ്ങാം. മലർവള്ളിക്കാട്ടിലെ മാൻകിടാവേ നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ? പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ? കളിത്തോഴിമാരെന്നെ കളിയാക്കി, എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഓഹോ, ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ
ലച്ചോട്ടി ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു ടു. സോ മച്ച്. എപ്പോ ഇപ്പൊ പുതുതായിട്ട് ഒരു സ്പെഷ്യൽ. മക്കളെ ശ്രീഹരി സൂപ്പർ മോനെ, അതെ അടിപൊളി. ഒരു നാണത്തിൽ കുതിർന്ന ആൺകുട്ടിയെ കാണാൻ അല്ല കഴിയും. എനിക്ക് ഒന്നുകൂടെ കേക്കട്ടെ. ആ ഡയലോഗ് ആദ്യത്തെ നല്ല ഫീല് വേണം. മലർവള്ളിക്കാട്ടിലെ മാൻകിടാവെ നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ. തിടുക്കത്തിനൊരിത് വേണം. അയ്യോ ആ. എന്തോന്ന് മോട്ടിക്കാൻ പോകുന്നു. തിടുക്കമായോ. ആ ശരി. നിനക്ക് വലത് കാൽ. പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ. ഓക്കെ ആണോ മോളെ? ഓക്കെ ആണ്. അത്രേ ഉള്ളൂ. ഇത് ഇജോ കുട്ടൻ പറഞ്ഞ ഇതിനെക്കാട്ടി നന്നായിരിക്കും അല്ലയോ? സത്യം പറ. സത്യം. നന്നായിരിക്കും അല്ലേ? സൂപ്പർ മക്കളെ സൂപ്പർ. ഇത്രയും പറഞ്ഞത് വെറുതെ ആയിപ്പോയി. മോനെ നീ നന്നായിട്ട് പറഞ്ഞു. അടിപൊളി. അസലായി. സാർ. അസലായ മക്കളെ. തമാശ- തമാശ കാണിച്ചതാ. ഭാവിയിലൊരു മോഹൻലാലോ. അതെ. മീനുട്ടി ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ. എന്താ ഇവിടെ ഒരു വലിയ വഴക്കിന്റെ അങ്ങ് അറ്റത്ത് വക്കിൽ നിൽക്കുക. എന്നെ പ്രശ്നം? ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞില്ലേ മലർവള്ളി കാട്ടിലെ, ആ. അത് ശ്രീഹരി പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാള് നേരത്തെ ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്ന ഒരെണ്ണമാണ് ശ്രീഹരി ശ്രീഹരി പറഞ്ഞത്. പറഞ്ഞത് അത് വലിയ വിഷമായ അദ്ദേഹം. ആരാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അതേ അങ്ങോട്ട് നോക്കിയാൽ മതി. ആ തിരിഞ്ഞിരിക്കും. ദേ തിരിഞ്ഞിരിക്കുന്ന ലിനു ഒരു എടേ ലിനു ഇല്ല. ലിനു, അത് ലിനു ഒന്ന് ഒറ്റ പറഞ്ഞ് വാക്ക് കേക്കട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലിനു പറ കേക്കട്ടെ. നമ്മൾ ഒരിക്കലും ആഗ്രഹം അല്ല പിടിക്കാൻ ഫ്രാൻസ് പറ്റരുത്. ഒക്കെ അവിടെ ഇരുന്നോട്ടെ. ഇന്നലെ ഒരാളോട് പറഞ്ഞ ഫ്രാൻസ് ഇറ്റലിയൊക്കെ അവിടെ ഈ സെയിം ഇരിക്കണം. ഡയലോഗ് ആ അല്ല ലിനു പറ കേൾക്കാനൊരു ആഗ്രഹം. അല്ല ഫ്രാൻസിസ് ഒക്കെ പറഞ്ഞാൽ ഞാൻ സത്യം പറയാലോ, 10-20 വർഷമായിട്ട് കാണുന്നത് ഇതുവരെ വാ തുറക്കുന്ന കണ്ടിട്ടില്ല. അല്ല വാതുറക്കുന്നല്ലേ കാണാതുള്ളൂ. പിന്നെ? ഇതിപ്പോ കണ്ടോ? മലർവള്ളിക്കാട്ടിലെ പറയൂ. കൊള്ളാം നന്നായിട്ടുണ്ട്. നന്നായിട്ട് ലിനു. വെരി നൈസ് ലിനു. മലർവള്ളിക്കാട്ടിലെ ആ. മാൻകിടാവേ ആ. നിനക്ക് ആ. മണവാളനെത്താൻ തിടക്കമായോ. ആ. പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ. ആരാ മോൻ? രവിക്ക് മനസ്സിലായല്ലോ. ഇനി ആരാ പറഞ്ഞ ഫ്രാൻസിസ് ആണോ പറയുന്നത് പറഞ്ഞേ? ആ ഇനി ഫ്രാൻസ് ചേട്ടൻ വേണം. ഉറപ്പായിട്ടും. ഫ്രാൻസിന് പിന്നെ ഇതൊക്കെ എന്താ പറഞ്ഞ ശീലം. നിത്യാഭ്യാസി ആനയുടെ ശരിക്കും ഫ്രാൻസിസ് അടിയെന്ന് മ്യൂസിക് വേണം. മലർവള്ളിക്കാട്ടിലെ മാൻകിടാവേ നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ. ഇത് പഴയ നടൻ സത്യനോ? പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ മോളെ. മോളെയോ? സ്ഥിരം വിളിച്ച് ശീലിച്ചു പോയതാട്ടോ. സോറി വെരി സോറി. അല്ല ആദ്യം ഫ്രാൻസിസ് പറഞ്ഞു എനിക്കൊരു പള്ളിയിൽ വെച്ചെന്നെ ഓർമ്മ വന്നു. ഞാൻ അവസാനം പറയാൻ പോയത് ഈശോ മിശിഹായ്ക്ക് സ്തുതി. അത് കഴിഞ്ഞാണ് അവസാനം ഞാൻ തകർത്തില്ല സാറേ. അത് കളക്കി. ഇനി ശശിയേട്ടൻ. തിടുക്കമായ മോളെ. ശശിയേട്ടൻ. എന്താ മൈക്ക് പൊതിഞ്ഞു കൊടുക്കുന്നു? മീനൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നു. ഇല്ല പണ്ട് പ്രേമലേഖനം പൊതിഞ്ഞു കൊടുത്ത ശീലമാ. മലർവള്ളിക്കാട്ടിലെ മാൻകിടാവേ നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ. ഓഹോ പനിനീര് പെയ്യുന്ന പന്തലിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ. അതൊരു ബേസ് ഗിറ്റാർ പോലെ ഇരുന്നു ശശി. സൈലൻസ്. ഇത് പറഞ്ഞപ്പോഴേ ഹാപ്പി ബർത്ത്ഡേ ലിനു, ഹാപ്പി ബർത്ത്ഡേ ലിനു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലിനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ചക്കരെ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ലിനു. ഇനിയിപ്പം സൈലൻസ്. അതെന്തിനാ? ആരാടെ? അതാരാ? അല്ല, ലിനുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഇത് ആരാന്ന് പറഞ്ഞൂടെ? ലിനുവിനൊരു പരിഭ്രമം. ഹലോ വൈഫാണ്. വൈഫാണ്. ഇത്ര പരിചയമില്ലാത്ത പോലെ അഭിനയിക്കുന്നു. ഉറപ്പിച്ചതാണ്. ഞാനിവിടെ തന്നെ ഉണ്ട്. മലർവള്ളിക്കാവിലെ അത് ഞാൻ വെറുതെ പറഞ്ഞ ഡയലോഗ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നിന്നെ അല്ല. എന്തൊരു അനുസരണ. എവിടെ? ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാനിവിടെ വരണോ? വേണ്ട.
പക്ഷെ വിളറി വെളുത്തില്ലേനു. അതെ, ചോരയിലാണ് ഈ മുഖത്ത്. അപ്പൊ ശരിയെന്നാ. ഇപ്പൊ ഒരു നാണം കൂടി ഉണ്ടല്ലോ. താങ്ക് യു. അല്ല ഇപ്പൊ പറഞ്ഞപ്പോ ഈ മറ്റേ ഫീല് വന്നില്ല. വലതുകാൽ കുത്താൻ തിടുക്കമായോ എന്നൊക്കെ ശരിയെന്നാ, നടക്കട്ടെ. ശരിയെന്ന് നടക്കട്ടെ. ഓക്കെ. ലിനുവിന് എന്തൊരു അച്ചടക്കം അല്ലേ. അത് നല്ല ചേട്ടൻ. എല്ലാവരുടെയും അവസ്ഥ അതാ. ആന്റീനെ ഒന്ന് വിളിപ്പിക്കണോ? അടുത്ത കോള് സീതേച്ചിയുടെ. മക്കളെ ലച്ചുക്കുട്ടി ആ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നമ്മൾ അടിപൊളിയായിട്ട് പാടി. നല്ല രസമായിരുന്നു പാടുന്ന കാണാന്. താങ്ക് യു. എല്ലാം ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് നിങ്ങളെ കാലൊന്ന് തൊട്ട് വന്ദിക്കണം. നമ്പർ വേണ്ട. മക്കളെ പോരെ, എന്തൊക്കെയാലും ആഗ്രഹം നടക്കട്ടെ. ചെല്ലാം ആഗ്രഹിച്ചല്ലേ കുഞ്ഞ്. ഇതൊരു സൗന്ദര്യമായത്. ഇത് സൗന്ദര്യം തേണ്ട ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ചെടുത്ത് എനിക്ക് വേണ്ട കേട്ടാ. ഇവാനെ എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, പക്ഷെ ഇവര് കള്ളം പറയുന്നത് മാത്രം എനിക്ക് ഞാൻ പറയട്ടെ, വിഷമിപ്പിക്കില്ല. അവര് കള്ളം പറഞ്ഞായിരുന്നു കേട്ടാ. എന്നെ വിളിച്ചിട്ടുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഒരു മനുഷ്യനെ തൂക്കിക്കളയാൻ ഒരു നിമിഷം മതിയല്ലോ റിമി. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ലച്ചുക്കുട്ടി പോക്കുരി. വർണ്ണ മനോഹര വേദിയിലേക്ക് തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി സനിക എത്തുന്നു. മഞ്ഞക്കിളി. മഞ്ഞാണ് ഇത്. മഞ്ഞൊന്നുമല്ല. മക്കളെ ഇത് മഞ്ഞാണോടാ? ഇത് മഞ്ഞയാ. ഇത് മഞ്ഞയാണ്. അല്ല മോളെ, മഞ്ഞാണെങ്കിൽ പാടാൻ സംഭവിക്കത്തില്ലേ? മഞ്ഞാണ്. ഇത് പച്ചയും കൂടെ ചേർന്നൊരു ഐറ്റം പച്ചയുടെ ചെറിയൊരു കലർപ്പ് ഉണ്ട്. അത് വെട്ടോടിക്കാൻ തോന്നുന്നുണ്ട്. ഇത് മഞ്ഞയാ. അല്ലെന്ന്. ഇത് ലെമൺ യെല്ലോ ആണ്. ലെമൺ യെല്ലോ ഇത് yellow ലെമൺ ആണ്. യെല്ലോ അല്ല, മാംഗോ യെല്ലോ അത്. എന്നാലും എന്നാ മഞ്ഞ. പച്ച മാങ്ങ. മക്കളെ ഏതാ പാടും? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ആഹാ, വണ്ടർഫുൾ സെലക്ഷൻ. ആരാണ് ഇതിന്റെ പിന്നിൽ? മ്യൂസിക് ചെയ്തത് അല്ലെന്ന്, ഈ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തത് അച്ഛൻ. അച്ഛൻ, അച്ഛൻ. സന്തോഷ് അച്ഛൻ. യെസ്. ആ, അസാധ്യ പാട്ട്. ഇപ്പൊ മോള് കാലക്ക്. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. സനിക എന്തോ സാർ? ശുദ്ധമായിട്ട് പാടി, താങ്ക് യു. നന്നായിരുന്നു. നല്ലൊരു ജ്ഞാനസ്ഥയാണ് സനിക. സനികയെ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കണം. കാരണം വേറൊന്നുമല്ല, എല്ലാം ഉണ്ട്. ഈ എൻഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അറ്റങ്ങളൊക്കെ നല്ലൊന്ന് പോളിഷ് ചെയ്ത് നമ്മളൊരു റെക്കോർഡിങ് സ്റ്റൈലിലാക്കണം, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കഴിവുമുണ്ട്, നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട് താങ്ക് യു കേട്ടോ. അത്ര എബോ ആവറേജ് ആണോ അതിനെക്കാട്ടി കുറച്ചുകൂടെ പാടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നന്നായിട്ട് നന്നായിട്ട്. താങ്ക് യു സാർ. ദാഹമേഘം എന്നുള്ള സ്ഥലം ആദ്യം പാടിയപ്പോഴത്തേ ആ ഒരു ഒടിവ് വന്നില്ലായിരുന്നു. ലാസ്റ്റ് പാടിയപ്പോൾ അത് വന്നായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർച്ചുണ്ടിൽ ആ സാധനം ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരുന്നു. അതില്ലാതെ പ്ലെയിനായിട്ട് പാടും. നിന്റെ തേനലർച്ചുണ്ടിൽ ഓരോ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കി, കുറച്ചുകൂടെ തേനലർച്ചുണ്ടിൽ ഓരോ സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. അവിടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും സോഫ്റ്റ് ആക്കിയാൽ മതി കേട്ടോ. നല്ല സെലക്ഷൻ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ്. അത് ഒരു രക്ഷയില്ല. തമ്പിച്ചേട്ടൻ്റെ ലിറിക്സ്, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. ടോപ്പ് ബാൻഡ് അസലായിരുന്നു കേട്ടോ, അസലായിട്ട് വായിച്ചു. ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ. ഇങ്ങനെയൊക്കെ ഭാഗ്യമാണ് കേട്ടോ നിങ്ങൾക്ക്. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലത്തെ വലിയ വലിയ മ്യൂസീഷ്യൻസ് അവരുടെ കൂടെ പാടാനുള്ളൊരു ഭാഗ്യം. കാരണം നമുക്കൊക്കെ ഇപ്പോഴാണ് നമുക്കിങ്ങനെയൊക്കെ കിട്ടിയത്. കാരണം പണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓർഗൻ എന്നല്ലേ അതിന് പറയുന്നത്. അതിൻ്റെ പേര് ഓർഗൻ എന്നാണ്, കീബോർഡിന് പറയുന്ന ഓർഗൻ എന്നാണ്. അപ്പം അതിനകത്ത് മാക്സിമം കുറച്ച് ടോൺസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നത്. ഇതുപോലത്തെ ബാലൻസ്ഡ് ആയിട്ട്. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ പ്യുവർലി ബാലൻസ്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാതെ പാട്ട് വരും. ശ്രീപദം വിടർന്ന സരസി യുഗത്തിൽ ആ പാട്ട്. പിന്നെ ഒരേ നാൾ ഉന്നയിനാൻ, ഒരേ നാൾ ഉന്നയിനാൻ നിലാവിൽ പാർത്തത് കുലായും ഉന്നിലമൈതാൻ പൂഞ്ചലാടുത് ഒരേ നാൾ ഉന്നയിനാൻ നിലാവിൽ പാർത്തത് കുലായും ഉന്നിലമൈതാൻ പൂഞ്ചലാടുത്. ഇത് 2 പാട്ട് 5 രൂപ. അതിന്റെ റെമ്യൂണറേഷൻ 2.5 രൂപ വെച്ച. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. മക്കളെ, എന്തോ സനികെ, എന്തോ, ചക്കരെ, മുത്തേ, എന്തോ എന്ത് നല്ല പാട്ടാടാ. മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് ആകെ ഉള്ള ഒരു സ്ഥലം തോന്നിയത് നിൻചിരിയിൽ അലിയുന്നൻ ജീവരാഗം. ഒന്ന് പാടാമോ? നിൻചിരിയിലലിയുന്നിൻ ജീവരാഗം അലിയുന്നൻ. അത്ര അലിയണ്ട, എന്റെ മാത്രം. അലിയുന്നൻ ഉസ്താദ്. അതിൻ്റെ ഇടയ്ക്കൊരു ശ്വാസം, കതിറിന്റെ ഇടയ്ക്കൊരു ശ്വാസം എടുത്തേക്കുന്നു. അതെ അതെ അതെ. ആ 2ാമത്തെ വർഷം മോള് ചേർത്ത് പാടി കേട്ടോ. മറ്റെല്ലാം നന്നായിരുന്നു, മോള് നന്നായിട്ട് പാടി. നല്ല ഉഗ്രം പാട്ട് കേട്ടോ. നമ്മൾ ആ പാട്ടെന്ന് പറയുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്കൊരു ഫസ്റ്റ് മാർക്ക് വീഴുന്നത്. കിടക്കച്ച്. ഐ ലവ് യു. ലവ് യു ടു സർ. സനിക കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു. നല്ല സെലക്ഷൻ, സൂപ്പറായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. പല ഭാഗങ്ങളും ഉഗ്രനായിരുന്നു കേൾക്കാൻ. പിന്നെ സനിക കുട്ടിയുടെ ശബ്ദം കേൾക്കാനും ഈ പാട്ടിന് വളരെ നല്ല മാച്ചിങ് ആയിരുന്നു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ, നല്ല ക്ലാരിറ്റി ഉള്ള വോയിസ് ആയിരുന്നു. കൊള്ളാം, സൂപ്പറായിരുന്നു കേട്ടോ. ഇതൊക്കെ തന്നെ ഞാനും ദാഹമേഘം, കതിർ, മാധവമോ പിന്നെ ഞാനും നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, പക്ഷെ ഒരു പാട്ടുണ്ട്. പക്ഷെ ഒരു പാട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി എന്ത് പറയും. ഞാൻ നല്ല ശബ്ദം, നല്ല പാട്ട്. ഈ പാട്ട് എൻ്റെ മനസ്സിൽ എപ്പോൾ കേട്ടാലും എന്താണെന്ന് അറിയത്തില്ല, ഇത് പാടിയ ആൾ നിന്ന് പാടുന്ന ലൈവായിട്ട് നമ്മുടെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. അത് എപ്പോഴും വരും. ദാസാറിൻ്റെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കൊച്ചിയിൽ നടന്നത്. അപ്പോൾ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, നടുക്ക് ദാസാർ നിന്നിട്ട് ഈ പാട്ട് പാടുന്നതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. അതൊന്ന് ആലോചിച്ച് നോക്കി, ഇവർ 3 പേരും കൂടി ഈ പാട്ട് പാടുമ്പോഴത്തേക്കും അതാണ്. അതുമാത്രമല്ല
പഴയ ഗാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ മനസ്സിൽ എക്കാലവും എത്ര പറിച്ചെറിഞ്ഞാലും പോവാത്ത ആഴത്തിൽ എൻ്റെ ട്യൂണും ലിറിക്സും ഒക്കെ ആഴത്തിൽ കിടക്കുന്ന ഒരു പാട്ടാണ് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അറിയത്തില്ലാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ല. ഈ പാട്ട് എന്ത് രസമായിട്ട് മോള് നല്ല ശബ്ദം നല്ല ഫീലോടുകൂടി നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. സൂപ്പർ. അപ്പോൾ റിലാക്സ്, പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആദ്യ ഒരു സൈനിക പൂക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. കുളിർ കാറ്റു കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടും മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരോ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർ കാറ്റു കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടും മലർമേടോ. ചന്ദനപ്പൂങ്കാവുകളിൽ തന്നനമാടുന്ന പൂവുകളോ പൂവുകളിൽ ആടിവരും കുഞ്ഞുമാലകതൻ തൃക്കടലോ തൃക്കടലാടും പുൽത്തളയോ പുൽത്തള ചാർത്തും മുത്തുകളോ താളം ചൊല്ലി തന്നു കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർ കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരും കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർ കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരും കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർ കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ.
ടോപ്പ് സിംഗറിന്റെ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുള്ള സമയമാണ്. ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും. ഇന്ന് നമ്മുടെ സെമി ഫൈനൽ റൗണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് തൽക്കാലത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.